my YouTube channel, The Pharmacy by Roshni. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സൈസ് റിഡക്ഷനെ കുറിച്ചാണ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സൈസ് സെപ്പറേഷൻ ആണ്. സൈസ് റിഡക്ഷൻ പോലെ തന്നെ സൈസ് സെപ്പറേഷനും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. ഇതും ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ വളരെ ആവശ്യമുള്ള ഒരു സംഭവമാണ്. സൈസ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പയർ ചെയ്തത് ഗ്രൈൻഡർ അല്ലെങ്കിൽ മിക്സി അങ്ങനെയുള്ള സംഭവങ്ങളായിട്ടാണ്. എന്നാൽ സൈസ് സെപ്പറേഷൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ പുറകിലോട്ടുള്ള കാലഘട്ടത്തിലൊക്കെ നമ്മുടെ അരിയും അല്ലെങ്കിൽ ധാന്യങ്ങളൊക്കെ പണ്ടുള്ളവർ ചേരിയിരുന്നു. അതായത് അതിൽ നിന്നും കല്ലോ വേറെ എന്തെങ്കിലും മണ്ണോ ഒക്കെ ഉണ്ടെങ്കിൽ മാറ്റാനായിട്ട്. അപ്പൊ അതിനെയാണ് സൈസ് സെപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് പല രീതിയിൽ നമ്മൾ ചെയ്യുമായിരുന്നു. പലരും അത് വെള്ളത്തിലിട്ട് മുകളിൽ പൊങ്ങിക്കിടക്കുന്ന സാധനത്തിന് എടുത്ത് മാറ്റുക, അല്ലെങ്കിൽ ചേരുക, അങ്ങനെ പല കാര്യങ്ങളിലൂടെയാണ് സൈസ് സെപ്പറേഷൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതും നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ കുറച്ച് മെഷീനറീസ് ഉപയോഗിച്ച് നല്ല രീതിയിൽ ആവശ്യമുള്ള രീതിയിൽ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ എന്താണ് സൈസ് സെപ്പറേഷൻ? സൈസ് സെപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമല്ല, നമുക്ക് ആവശ്യമുള്ള സൈസിലുള്ള സാധനം പല സൈസിലുള്ള സാധനത്തിൽ നിന്നും മാറ്റി വേർതിരിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ കഴിക്കുന്ന മിക്സ്ചർ, സ്നാക്സ് ആയിട്ട് കഴിക്കുന്ന മിക്സ്ചർ, അതിൽ പല സൈസിലുള്ള സാധനങ്ങൾ, പല ടൈപ്പിലുള്ള സാധനങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കടല ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബൂന്തി ആയിക്കോട്ടെ, അല്ലെങ്കിൽ മിക്സ്ചറിന്റെ നീളമുള്ള സാധനം ആയിക്കോട്ടെ, കറിവേപ്പില ആയിക്കോട്ടെ, അങ്ങനെ പല പല സാധനങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിൽ സ്പെസിഫിക് ആയിട്ട് എടുത്തു കഴിക്കുന്ന ആളുകളായിരിക്കും പലരും. ഇപ്പൊ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടല ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാനൊരു മിക്സ്ചർ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം കടല എടുത്ത് മാറ്റും. സോ അത് ഒരു സൈസ് സെപ്പറേഷൻ ആണ്. അത് കുറച്ചും കൂടെ വലുതായി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അത് മാറ്റാനായിട്ട് പറ്റും. അപ്പൊ അതേ പരിപാടി തന്നെയാണ് ഇവിടെയും പറയുന്നത്. പല പല സൈസിലുള്ള സാധനത്തിൽ നിന്നും നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള സൈസിലുള്ള സാധനത്തിന് നമ്മൾ വേർതിരിച്ച് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് സൈസ് സെപ്പറേഷൻ എന്ന് പറയുന്നത്. സൈസ് സെപ്പറേഷൻ ഈസ് ഓൾസോ നോൺ ആസ് സീഡിംഗ്, സിഫ്റ്റിംഗ്, സെപ്പറേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ. ഈ 4 പേരിൽ എന്ത് ചോദിച്ചാലും സൈസ് സെപ്പറേഷൻ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സൈസ് സെപ്പറേഷനെ കുറിച്ച് നിങ്ങൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ആൻഡ് സിലബസിൽ പറയുന്ന മറ്റൊരു കാര്യം ക്ലാസിഫിക്കേഷൻ ഓഫ് പൗഡേഴ്സ്. അതാണ് മെയിൻ ആയിട്ട് ഈ ബോക്സ് നിങ്ങൾ പഠിച്ചു വെക്കുക. ആൻഡ് ഈ ബോക്സിൽ നമ്മൾ പറയുന്നത് ഗ്രേഡ്സ് ഓഫ് പൗഡേഴ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഗ്രേഡ്സ് ഓഫ് പൗഡേഴ്സ് എന്ന് പറയുമ്പോൾ കോഴ്സ്, മോഡറേറ്റ്ലി കോഴ്സ്, മോഡറേറ്റ്ലി ഫൈൻ, ഫൈൻ, വെരി ഫൈൻ. അപ്പോൾ ഈ 5 ആയിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഗ്രേഡഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ 5 ആണ്. ആൻഡ് ആ ടൈപ്പ് ഓഫ് സാധനങ്ങളൊക്കെ ഏത് ടൈപ്പ് സീവിലാണ് പാസ് ചെയ്യുന്നത്, ആ സീവ് നമ്പർ ആണ് ഈ 2 ബോക്സിലായിട്ട് കാണിക്കുന്നത്. സോ ഈ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഇതാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് പൗഡേഴ്സ് എന്ന് പറയുന്നത്. സൈക്ലോൺ സെപ്പറേറ്റർ. സൈക്ലോൺ സെപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അപ്പാരറ്റസ് ആണ്, അല്ലെങ്കിൽ ഒരു മെഷീൻ ആണ്. ആൻഡ് ഈ കാണുന്ന ഫിഗറിലുള്ള ഈ ഒരു സാധനമാണ് സൈക്ലോൺ സെപ്പറേറ്റർ എന്ന് പറയുന്നത്. ആൻഡ് ഇതിനെക്കുറിച്ച് നമ്മൾ ബ്രീഫായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഫ്ലൂയിഡിൽ നിന്നും സോളിഡിനെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സെപ്പറേറ്റർ ആണിത്. അതായത് വെള്ളവുമായിട്ട് മിക്സ് ചെയ്ത് കിടക്കുന്ന സോളിഡ് ആയിട്ടുള്ള സാധനങ്ങളെ റിമൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സെപ്പറേറ്റർ ആണ് ഈ ഒരു സൈക്ലോൺ സെപ്പറേറ്റർ എന്ന് പറയുന്നത്. ആൻഡ് ഇതിന്റെ പ്രിൻസിപ്പിൾ നമ്മൾ ബേസിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു യൂസ് ചെയ്യുന്ന എന്തിനാണ്, ഫ്ലൂയിഡിൽ നിന്നും സോളിഡിനെ റിമൂവ് ചെയ്യാൻ, വെള്ളം പോലുള്ള സാധനത്തിൽ നിന്നും ഖരമായിട്ടുള്ള സാധനങ്ങളെ അല്ലെങ്കിൽ പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അത് തന്നെ ഇത് വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ സെപ്പറേഷൻ ഓഫ് സോളിഡ്സ് ബൈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെ ഒരു കീഴിലാണ് ഇവിടെ നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്, അല്ലെങ്കിൽ സെപ്പറേഷൻ നടക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ്. അതാണ് ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ആൻഡ് അടുത്തത് ഇതിന്റെ കൺസ്ട്രക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഓരോ പാർട്സും നിങ്ങൾ നോക്കുമ്പോൾ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷെ ഈ റൗണ്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സാധനം ഇത്രയൊന്നും വരയ്ക്കാനില്ല, നമ്മൾ കുറച്ച് വരച്ചാൽ മതി കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ ഫിഗറിൽ കുറച്ചും കൂടെ നമുക്ക് കാണുമ്പോൾ അയ്യോ ഇത്ര ഡിഫിക്കൽട്ട് ആയിട്ട് വരയ്ക്കണമെന്ന് തോന്നും. പല ഫിഗർ നിങ്ങൾ കണ്ടു നോക്കുകയാണ് അല്ലെങ്കിൽ വരച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടുള്ള ഫിഗർ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് അത്ര കിട്ടണമെന്നില്ല. അപ്പൊ കുറച്ചും കൂടെ ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫിഗർ വരയ്ക്കുമ്പോഴാണ് നമുക്ക് ഫിഗർ കണ്ടിട്ട് തന്നെ മാർക്ക് വരുന്നത്. അപ്പോൾ നല്ല രീതിയിൽ വലുതായിട്ട് ഫിഗർ വരയ്ക്കുക, ആൻഡ് ഡീറ്റെയിലിംഗ് എല്ലാം കൊടുക്കുക. അല്ലാതെ സിമ്പിൾ ആയിട്ടുള്ള ഫിഗർ വരയ്ക്കാതിരിക്കുക. കാരണം ഇതൊരു ഫിഗർ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ 1 or 2 മാർക്ക് തീർച്ചയായിട്ടും വീഴും. മാർക്കിന്റെ വെയിറ്റേജ് അനുസരിച്ചിട്ടാണ് മാർക്ക് വീഴുന്നത്. അപ്പൊ ഫിഗർ നിങ്ങൾ ഇത് തന്നെ നന്നായിട്ട് പഠിക്കുക. ആൻഡ് ഇത്രയും ഈ ഒരു റൗണ്ട് സാധനം ഇടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഇടണ്ട, ഒരു 3-4 പ്രാവശ്യം ഇങ്ങനെ ഒരു സ്പൈറൽ ആയിട്ടുള്ള ഒരു സംഭവം ഇട്ടാൽ മതി. ഓക്കെ. ആൻഡ് ഇനി നമ്മൾ ഇതിന്റെ കൺസ്ട്രക്ഷനിലോട്ട് പോവാണെന്നുണ്ടെങ്കിൽ ഇതിന് വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു സിലിണ്ടറിക്കൽ ഹോളോ വെസൽ ആണ് ഉള്ളത്. ഈ ഒരു
സിലിണ്ടറിക്കൽ വെസൽ എന്ന് പറയുമ്പോൾ മുകളിൽ ഇതിന്റെ ലെങ്ത് കൂടുതലും താഴെ വരുമ്പോൾ ഒരു കോണിക്കൽ ഷേപ്പുമാണ് വരുന്നത്. സോ ബേസ് എത്തുമ്പോൾ ഒരു കോണിക്കൽ ഷേപ്പുള്ള ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു വെസൽ ആണ് ഇതിൽ മെയിൻ ആയിട്ടുള്ളത്. ആൻഡ് ഇതിന്റെ മുകളിലായിട്ട് എയർ ഔട്ട്ലെറ്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. എയർ ഔട്ട്ലെറ്റ് അല്ലെങ്കിൽ വേപ്പർ ഔട്ട്ലെറ്റ് എന്നൊക്കെ പറയുമ്പോൾ സ്റ്റീം അല്ലെങ്കിൽ വേപ്പർ പോകാൻ വേണ്ടിയിട്ടുള്ള ഔട്ട്ലെറ്റ് ആണ്. ആൻഡ് ഈ ഒരു വെസലിന്റെ താഴത്തെ പോർഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് സോളിഡ് ഔട്ട്ലെറ്റ് കാണാവുന്നതാണ്. അപ്പൊ നമ്മൾ സൈഡ് സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു സോളിഡ് റിമൂവ് ചെയ്യുന്നത് ഈ ഒരു ബോട്ടം പോർഷനിലൂടെയാണ്. ആൻഡ് ഈ ഒരു വെസലിന്റെ മുകളിലെ പോർഷൻ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ടാൻജൻഷ്യൽ ഇൻലെറ്റ് എന്ന് പറയുന്നത്. ഈ ടാൻജൻഷ്യൽ ഇൻലെറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇത് സെപ്പറേറ്റ് ചെയ്ത് എടുത്ത് മാറ്റാനായിട്ട് സാധിക്കുന്നതാണ്. ആ ടാൻജൻഷ്യൽ ഇൻലെറ്റിലൂടെയാണ് നമ്മുടെ എന്താണ് നമുക്ക് സൈഡ് സെപ്പറേഷൻ ചെയ്യേണ്ടത് അത് ഇട്ട് കൊടുക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത്. സോ ഇത്രയും പാർട്സ് മാത്രമേ ഉള്ളൂ. ആൻഡ് നടുക്ക് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വോർട്ടെക്സ് ഫോർമേഷൻ നടക്കുന്നുണ്ട്. അപ്പൊ വോർട്ടെക്സ് എന്ന് പറയുന്ന ഒരു സംഭവം കൂടിയിട്ട് അതിൽ വരുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സൈക്ലോൺ സെപ്പറേറ്ററിന്റെ ഈ ഒരു കൺസ്ട്രക്ഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. ആൻഡ് സൈക്ലോൺ സെപ്പറേറ്ററിന്റെ ഈ ഒരു കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ വർക്കിംഗിൽ മെയിൻ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. പാർട്ടിക്കിൾ സൈസും അതുപോലെ തന്നെ ഡെൻസിറ്റി ഓഫ് ദ പാർട്ടിക്കിളും ആണ്. ഈ രണ്ട് കാര്യത്തിനെ ബേസ് ചെയ്തിട്ടാണ് സൈക്ലോൺ സെപ്പറേറ്റർ വർക്ക് ചെയ്യുന്നത്. ആൻഡ് അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് വർക്കിംഗ് ആണ്. സോ എങ്ങനെയാണ് സൈക്ലോൺ സെപ്പറേറ്റർ വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. സൈക്ലോൺ സെപ്പറേറ്ററിന്റെ വർക്കിംഗ് എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു ഫ്ലൂയിഡിൽ നിന്നും സോളിഡിനെ റിമൂവ് ചെയ്യാണെന്ന്. അപ്പോൾ വല്ല വേപ്പറിലോ അല്ലെങ്കിൽ എയർ സ്റ്റീമിലോ ഒക്കെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള സോളിഡ് പാർട്ടിക്കിൾസ് നല്ല ഹൈ വെലോസിറ്റിയിൽ നമ്മൾ ടാൻജൻഷ്യൽ ഇൻലെറ്റിലൂടെ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ വെസലിൽ പോയിട്ട് അത് വീഴാണ്. അപ്പോൾ ഉള്ളിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ എയർ ഔട്ട്ലെറ്റിന്റെ താഴെ ഭാഗമായിട്ട് ഉള്ള സ്ഥലത്ത് അവിടെ ഒരു റൊട്ടേഷൻ അല്ലെങ്കിൽ റോട്ടറി മോഷൻ നടക്കുകയാണ്. അപ്പോൾ ഹൈ സ്പീഡിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ഈ ഒരു അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ആൻഡ് ആ ഒരു ഹൈ സ്പീഡിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്ന ആ ഹൈ വെലോസിറ്റിയിലുള്ള നമ്മുടെ ഫ്ലൂയിഡ് അടങ്ങിയിട്ടുള്ള സോളിഡ് നേരെ ഈ ഒരു റൊട്ടേഷനിൽ പങ്കെടുത്തിട്ട് ആ സോളിഡ്സ് ഒക്കെ പോയിട്ട് ഈ വെസലിന്റെ അറ്റത്ത് പോയിട്ട് ഡെപ്പോസിറ്റ് ആവുകയാണ്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സും അതുപോലെ തന്നെ വോർട്ടെക്സ് ഫോർമേഷന്റെ ഫലമായിട്ട് ഈ സോളിഡ് പാർട്ടിക്കിൾസ് ആ ഫ്ലൂയിഡിൽ നിന്നും തെറിച്ച് വെസലിന്റെ ഈ ഒരു സൈഡിൽ വന്ന് വീഴാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് വീഴുന്ന അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ആവുന്ന സോളിഡ്സ് ഒക്കെ താഴെ സോളിഡ് ഔട്ട്ലെറ്റിലൂടെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാവുന്നതാണ്. ആൻഡ് ഇതിലുള്ള ഫ്ലൂയിഡ് അല്ലെങ്കിൽ സോളിഡിനൊപ്പം നമ്മൾ ഉള്ളിലോട്ട് ഇട്ട് കൊടുത്ത ഫ്ലൂയിഡ് അല്ലെങ്കിൽ വേപ്പർ എന്ന് പറയുന്ന ഈ സാധനങ്ങളൊക്കെ മുകളിലൂടെ എയർ ഔട്ട്ലെറ്റിലൂടെ വേപ്പറായിട്ട് അല്ലെങ്കിൽ സ്റ്റീമായിട്ട് പുറത്തു പോകുന്നതാണ്. അങ്ങനെ നമുക്ക് താഴത്തോടെ സോളിഡ് കിട്ടും, ആവശ്യമില്ലാത്ത വേപ്പർ മുകളിലൂടെ പോവുകയും ചെയ്യും. അപ്പൊ ഇത്രയുമാണ് ഇതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഈ പാർട്സും കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് അതുപോലെ തന്നെ നിങ്ങൾ എഴുതണം. ആൻഡ് ഇതിന്റെ നമുക്ക് ഇനി അടുത്ത് നോക്കാനുള്ളത് അഡ്വാൻറ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോ ഹൈ സേഫ്റ്റി എനേബിൾ ചെയ്യുന്ന ഒരു മെഷീനാണ് ഈ ഒരു സൈക്ലോൺ സെപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇത് ഹൈ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈ എഫിഷ്യൻസിയിലൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള സേഫ്റ്റിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന് നമുക്ക് ലിക്വിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മിസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളിലും ഇട്ടിട്ട് നമുക്ക് സൈസ് സെപ്പറേഷൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഹൈ ടെമ്പറേച്ചറിൽ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഗുണം കൂടി ഈ ഒരു മെഷീൻ ഉണ്ട്, ഈ ഒരു സൈക്ലോൺ സെപ്പറേറ്ററിനുണ്ട്. ഈ സൈക്ലോൺ സെപ്പറേറ്ററിന് ലോങ് ടേം ആയിട്ടുള്ള കൊറഷൻ പ്രൊട്ടക്ഷൻ ഉണ്ട്. അതായത് തേയ്മാനങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ തുരുമ്പ് പിടിക്കുക അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ കുറെ കാലം നമുക്ക് ഒരു സൈക്ലോൺ സെപ്പറേറ്റർ മര്യാദയ്ക്ക് സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഇത്രയാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ആണ്. ആൻഡ് ഇനി അടുത്ത് നമ്മൾ ഇതിന്റെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഫ്ലൂയിഡിൽ നിന്നും സോളിഡ് പാർട്ടിക്കിൾസിനെ സൈസ് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാവുന്നതിൽ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സൈക്ലോൺ സെപ്പറേറ്റർ തന്നെയാണ്. ആൻഡ് ഇത് നമുക്ക് പലതരത്തിലുള്ള സൈസ് സെപ്പറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ എന്തൊക്കെ സാധനങ്ങളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടാബ്ലറ്റ്, ക്യാപ്സ്യൂൾസ്, പൗഡേഴ്സ്, ഗ്രാനുൾസ്, ഇങ്ങനെ പല സാധനങ്ങൾ അല്ലെങ്കിൽ പല ഫാർമസ്യൂട്ടിക്കൽ പ്രിപ്പറേഷൻസ് ഉണ്ടാക്കാനുള്ള സൈസ് സെപ്പറേഷന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് മാത്രമല്ല ഇതിൽ ഫ്ലൂയിഡ്സിൽ നിന്നും സോളിഡ്സ് റിമൂവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ഫ്ലൂയിഡ്സ് ആയിട്ടുള്ള ഓയിൻമെന്റ്സിന്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് പേസ്റ്റിന്റെ ഒക്കെ ആയിക്കോട്ടെ അതിന്റെയൊക്കെ സൈസ് സെപ്പറേഷനും ഇത് വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫൈൻ പൗഡേഴ്സിൽ നിന്നും കുറച്ചും കൂടെ കോഴ്സ് ആയിട്ടുള്ള, അതായത് ഫൈൻ എന്ന് പറയുമ്പോൾ നല്ല തരി പോലും ഇല്ലാത്ത ആ പൗഡറിൽ നിന്നും കുറച്ച് തരിയുള്ള അല്ലെങ്കിൽ കുറച്ച് ഗ്രാനുവൽസ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിനൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ സൈക്ലോൺ സെപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് സൈക്ലോൺ സെപ്പറേറ്ററിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യം. ഇതിന്റെ ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് മനസ്സിലായത് നമുക്ക് എഴുതിയാൽ മതി. അല്ലാതെ ഇതുപോലെ പോയിന്റ്സ് തന്നെ പഠിച്ച് നിങ്ങൾ ഫുള്ളായിട്ട് എഴുതണം എന്നൊന്നുമില്ല. അപ്പോൾ ഇത്രയും തന്നെയാണ് ഇതിൽ പറയാനുള്ളത്. മെയിൻ ആയിട്ട് ഫ്ലൂയിഡിൽ അല്ലെങ്കിൽ
വാട്ടറി ആയിട്ടുള്ള സാധനത്തിൽ നിന്നും നമുക്ക് സോളിഡ് പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെഷീനാണ് ഈ സൈക്ലോൺ സെപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ടോപ്പിക്സ് നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലാസ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ കമന്റ് ആയിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേഗം കിട്ടാനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ബൈ.